My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. Today we are going to meditate a beautiful promise of God. ഇന്ന് ദൈവത്തിന്റെ ചില മനോഹരമായ വാഗ്ദത്തങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. Let me read that promise from the word of God. തിരുവചനത്തിൽ നിന്നും ആ വാഗ്ദത്തം ഞാൻ വായിക്കട്ടെ. 1 Corinthians 10:30 says like this: God is faithful, who will not allow you to be tempted beyond what you are able, but with the temptation will also make the way of escape that you may be able to bear it. കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് പോക്കുവഴിയും അവിടുന്ന് ഉണ്ടാക്കും. There are two things we have to see in this verse. ഈ വാക്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. Number one, God is faithful and he will not allow you to be tempted beyond what you are able. ദൈവം വിശ്വസ്തനാണ്, നിങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായി അവിടുന്ന് നിങ്ങളെ പരീക്ഷിക്കുകയില്ല. Second thing, but with the temptation will also make the way of escape that you may be able to bear it. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയത്തക്കവണ്ണം പരീക്ഷയോട് കൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്നു. You need not be worried when you are tempted, my friends. സുഹൃത്തുക്കളെ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആകുലപ്പെടരുത്. Sometimes we are not able to bear the pain. Why I am tempted like that? Why the Lord has allowed me to go through this path? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് കർത്താവ് ഇത് അനുവദിക്കുന്നത് എന്ന് പലപ്പോഴും നാം ആശ്ചര്യപ്പെടാറുണ്ട്. And the Lord will make a way of escape that you may be able to bear it. That's what you have to keep it in mind. അത് നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം. What type person is our God? നമ്മുടെ ദൈവം എപ്രകാരമുള്ള ഒരു വ്യക്തിയാണ്? 1 Corinthians chapter 1 verse 9 1 കൊരിന്ത്യർ 1:9 and 1 Thessalonians chapter 5 verse 24 says the Lord is faithful. 1 തെസ്സലോനിക്കർ 5:24 പറയുന്നത് ദൈവം വിശ്വസ്തനാണ്. The Lord whom we serve is a faithful God. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തതയുള്ള ഒരു ദൈവമാണ്. Whatever we read from the word of God, he will surely do it. നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും നിശ്ചയമായും അവിടുന്ന് നമുക്ക് ചെയ്തു തരും. He will be careful to give victory to his people. തന്റെ ജനങ്ങൾക്ക് ജയം കൊടുക്കുന്ന കാര്യത്തിൽ അവിടുന്ന് കരുതലുള്ളവനാണ്. So my friends, when you walk through temptation, you need not be afraid of that. നിങ്ങൾ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. See the life of Moses and life of David, they were very faithful to the Lord. മോശയും ദാവീദുമൊക്കെ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി ജീവിച്ച വ്യക്തികളായിരുന്നു. If you read Hebrews chapter 3 verse 5 and 2 Samuel chapter 2 verse 6, we read about that. ഹെബ്രായ ലേഖനം 3:5 2 ശമൂവേൽ 2:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Both of them went through many trials and temptations. ഇവർ രണ്ടുപേരും വളരെ പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകുവാൻ ഇടയായി. The Lord was with them. ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. They were faithful to the Lord. അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. What happened to them? അവർക്ക് എന്ത് സംഭവിച്ചു? If you read Proverbs chapter 28 verse 20, it says a faithful man will abound with blessings. വാക്യങ്ങൾ 28:20 പറയുന്നത് വിശ്വസ്ത മാനസൻ അനുഗ്രഹ സമ്പൂർണനാകുന്നു എന്നാണ്. Finally they both received God's abundant blessings. ഒടുവിൽ അവർക്ക് ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞു. And also Luke 19:17 says, if you are faithful in few things, the Lord will make you ruler over many things. ലൂക്കോസ് 19:17 പറയുന്നത് അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് അധികത്തിന് വിചാരകനാക്കും അഥവാ അധികാരിയാക്കും എന്നാണ്. My friends, how much faith you have towards God? പ്രിയ സുഹൃത്തേ, നിങ്ങൾക്ക് ദൈവത്തോട് എത്രത്തോളം വിശ്വാസമുണ്ട്? Do you just believe that God is faithful and he will supply all your need? ദൈവം വിശ്വസ്തനാണെന്നും നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും അവിടുന്ന് മാനിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കണം.
then you will be blessed in an abundant way as we meditated right now. അങ്ങനെയാണെങ്കിൽ നാം ഇപ്പോൾ ധ്യാനിച്ചതുപോലെ നാം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. Now with that faith let us believe and look to the Lord. ആ വിശ്വാസത്തോടെ നാം ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താം. Let us pray. നമുക്ക് Our പ്രാർത്ഥിക്കാം. precious heavenly Father, സ്വർഗ്ഗസ്ഥനായ thank you Lord, you are faithful God. അവിടുന്ന് വിശ്വസ്തനായ ദൈവമായിരിക്കുന്നതിനായി അവിടുത്തെ Even now your children are crying because of their problems, Father. നിന്റെ ജനങ്ങളുടെ സമസ്യ നിമിത്തം അവർ അവിടുത്തോട് But you are കരയുകയാണ്. a faithful God എന്നാൽ നീ വിശ്വസ്തനായ to ദൈവമല്ലേ. release every one of them from all their bondages, Father. നിന്റെ ജനത്തെ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നീ വിശ്വസ്തനല്ലോ. Whatever problem they are going through, you know, Father. അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവിടുത്തേക്ക് അറിയാമല്ലോ. Lay the mighty hand upon such people, O Father. അങ്ങനെയുള്ളവരുടെ മേൽ അവിടുത്തെ ശക്തിയുള്ള കരം വെക്കുമാറാകണം. Lay the mighty hand upon such people, O Father. പിതാവേ, അങ്ങനെയുള്ളവരുടെ മേൽ അവിടുത്തെ ശക്തമായ കരം Release വെക്കുമാറാകണം. them from all the problems. സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണം. Right now, Father, പിതാവേ, have ഇപ്പോൾ തന്നെ mercy upon them. അവരോട് കരുണ Let കാട്ടണമേ. them be faithful towards you. അവിടുത്തോട് അവർ വിശ്വസ്തനായിരിക്കണം. And let them all be blessed abundantly with all God's abundant blessing. ദൈവത്തിന്റെ ധാരാളമായ അനുഗ്രഹങ്ങളാൽ അവർ ധാരാളമായി In അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. Jesus' mighty name we pray. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.